ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നിന്നെ തട്ടിക്കൊണ്ടു പോയവരെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ എന്നോട് കൂടിയൊന്ന് പറഞ്ഞേക്കണേ, ഒന്ന് അറിഞ്ഞിരിക്കാനാണെന്ന് സ്നേഹ പറയുന്നു. അങ്ങനെ സ്നേഹ പോയതിനു ശേഷം സന്ദീപിനോട് അർച്ചന പറയുകയാണ്, നീ എന്താ വിഷമിച്ച് നിൽക്കുന്നത്? കല്യാണത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണോ? എന്താണെങ്കിലും ആ കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല, അത് നീ ഉറപ്പിച്ചോ. ഇവിടെയുള്ളവരൊക്കെ മനക്കോട്ട കെട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ സന്ദീപും മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് അർച്ചന അവന്തികയോട് പറയുകയാണ്, അതെ, അനിയത്തിയൊന്നും കഴിച്ചിട്ടില്ല. ചേച്ചി ഓർഡർ ചെയ്ത ബട്ടർ ചിക്കനും ഞാനും തിന്നാൻ പറ്റിയില്ല. വിശന്നിരിക്കുക, എന്തെങ്കിലും തിന്നാൻ കൊടുത്തിട്ട് മുറി കൊണ്ടുപോയി റെസ്റ്റ് ചെയ്യിപ്പിക്ക്. അവൾ നടക്കാത്ത കല്യാണത്തിന്റെ സ്വപ്നം കാണട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന തന്റെ മുറിയിലേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അനഘ തിരിച്ചു വന്നതിൽ ദൈവത്തിനോട് നന്ദി പറയുകയാണ് കമല. ഇപ്പോഴെങ്കിലും അവിടെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എൻ്റെ മോളല്ല ഇതിൻ്റെ പിന്നിലെന്ന് എന്ന് കമല പറയുമ്പോൾ അങ്ങോട്ടേക്ക് മീര വരികയാണ്. ഒരു പ്രശ്നം തീർന്നതേ ഉള്ളൂ. മറ്റന്നാൾ ആ പെണ്ണിൻ്റെയും ആ സന്ദീപിൻ്റെയും കല്യാണമാണ്. ഇനി അത് മുടക്കാൻ നിന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും തലയെ കൊണ്ടിടണ്ടെന്ന് അർച്ചനയോട് നിങ്ങൾ ദയവ് ചെയ്ത് പറഞ്ഞേക്കണം. തുടർന്ന് അനൂപ് ചോദിക്കുകയാണ്, നിന്നോട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ആരാ വിളിച്ചു പറയുന്നത്? നീ അവരെന്ന് മാത്രമാണല്ലോ പറയുന്നത്. ആരാ, അവന്തികയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേയെന്നും ഞാൻ കരഞ്ഞ് കാല് പിടിച്ചതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് പോലീസ് വരാഞ്ഞതെന്നും മീര പറയുന്നു. ഇപ്പോഴെങ്കിലും നിനക്ക് സത്യാവസ്ഥ മനസ്സിലായി കാണുമല്ലോ, ഇനിയെങ്കിലും നേരെ ചൊവ്വേ നടക്കാൻ നോക്കാൻ കമല പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. താൻ ഒരു നിമിഷത്തേക്കെങ്കിലും അർച്ചനയെ സംശയിച്ചതിന് അർച്ചനയോട് മാപ്പ് പറയുകയാണ് സച്ചി. പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചൊരു ഭർത്താവിനെ സച്ചിയേട്ടനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സച്ചിദാനന്ദനില്ലാതെ അർച്ചനയ്ക്ക് ഒരിക്കലും ഒരു പൂർണ്ണതയുണ്ടാകില്ല. സച്ചി ഇല്ലാത്ത ജീവിതം അർച്ചനയ്ക്ക് ശൂന്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. തന്നോട് മാപ്പ് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമുണ്ട്. താൻ എന്താണെങ്കിലും പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. അനഘ കാരണം 2 ദിവസമായില്ലേ നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. കാര്യങ്ങളെല്ലാം അവസാനിച്ചില്ലേ, എന്നിട്ടും തൻ്റെ മുഖത്തെന്താ ഒരു ടെൻഷൻ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, കാര്യങ്ങളെല്ലാം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. മറ്റന്നാളാണ് സന്ദീപിൻ്റെയും അനഘയുടെയും വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ മുൻനിർത്തിയായിരിക്കും സന്ദീപിൻ്റെയും ആതിരയുടെയും വിവാഹം നടത്തുന്നത്. താൻ ഇതുവരെ അത് വിട്ടില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇല്ലെന്നും ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അർച്ചന പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അനഘയെയും അവന്തികയുമാണ്. കിളി പറന്നെന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. സത്യത്തിൽ അർച്ചനയുടെ അടി കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും കണ്ടു കിളികൾ പറക്കുന്നത്. ആ അടി ചേച്ചിക്കും കൂടി ഉള്ളതായിരിക്കുമെന്ന് അനഘ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, നിന്റെ ദേഹത്ത് കൈവച്ച് അവളെ കൊന്നു കളയേണ്ടതാണ്. പക്ഷേ അവൾ സത്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞാലോ എന്ന് ഭയന്നിട്ടാ ഞാനത് ചെയ്യാത്തത്. ഈ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നത് ചേച്ചിയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇനി ചേച്ചിക്ക് 2ാം സ്ഥാനം മാത്രമേ കിട്ടൂ. ഇനിയുള്ള പദ്ധതികളിൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവളെ അടപടല പൂട്ടണം. അതിനിപ്പോൾ എന്താ ഒരു വഴി? അതേസമയം വഴി ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ എന്ന് ചോദിച്ചുകൊണ്ട് അർച്ചന അങ്ങോട്ടേക്ക് വരികയാണ്. അർച്ചനയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തികയും അനഘയും. നിങ്ങൾ മര്യാദയ്ക്ക് നിന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഈ വീട്ടിൽ. നിങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളെ മര്യാദ പഠിപ്പിക്കാനും ഞാൻ ഒരുക്കമാണ്. പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് അനഘയോട് ഒരു തെറ്റ് ചെയ്തു, അതിന് ഒരു സോറി പറയാനാണ് ഞാൻ വന്നത്. ഇത് കേൾക്കുന്ന അനഘയ്ക്ക് അർച്ചന തന്നെ അടിച്ച കാര്യം ഓർമ്മ വരികയാണ്. അപ്പോഴാ നിങ്ങൾ എന്നെ പൂട്ടാനുള്ള വഴികൾ ആലോചിക്കുന്നത് ഞാൻ കേട്ടത്. അതുകൊണ്ടേ തൽക്കാലം ഞാൻ ആ സോറി പറയുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന ദേഷ്യത്തിൽ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചന മീരയെ വിളിക്കുന്നതാണ്. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, വിവാഹത്തിന് ആതിര വരാൻ പാടില്ല, അതിന് എന്ത് വേണമെങ്കിലും ചെയ്യണമെന്ന് അവന്തിക പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റു, നടന്നിരിക്കുമെന്ന് മീരയും പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.